ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരികയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അരുവിപ്പുറത്തും ശിവഗിരിയിലും ചെമ്പഴന്തിയിലും ഒക്കെ വരുന്ന ഭക്തജനങ്ങൾ അവരുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ജപവും പ്രാർത്ഥനയും ധ്യാനവും പൊതുവെ ആളുകളിൽ കാണാറില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ പുണ്യ സങ്കേതങ്ങളിൽ വന്നു പോകുന്നത്. അതേപോലെ മരുത്വാമലയിലും അവർ വന്ന് പോകുന്നുണ്ട്. അരുവിപ്പുറവും മരുത്വാമലയും ഗുരു തപസ് ചെയ്ത സങ്കേതങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തപോഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾക്കും അങ്ങനെ ഒരു സാധന സമ്പ്രദായം നമ്മൾ തുടങ്ങി വെക്കണം. പലപ്പോഴും പലർക്കും അത് ഭയമാണ്. കാരണം ജപവും ധ്യാനവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മത്സ്യമാംസാദികളൊക്കെ കഴിക്കുവാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമാണ് പലരെയും ഇത് ചെയ്യാനായിട്ട് തടസ്സപ്പെടുത്തുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മൾ ഓരോരുത്തരും അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അത് ചെറിയ പ്രായത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു പുതിയ ഒരു കാര്യവും കൂടി നമ്മളോട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ലിഖിത ജപം. ശിവരാത്രി ദിവസത്തിൽ നമ്മൾ ഒരു നോട്ട്ബുക്ക് 365 ദിവസവും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ പേജ് ഗുരുവിൻ്റെ മന്ത്രം ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ എന്നുള്ള മന്ത്രം ഒരു ദിവസം 108 പ്രാവശ്യം എഴുതുക. അതിൻ്റെ മറു സൈഡിൽ ഓം നമഃശിവായ എന്നുള്ളതും എഴുതുക. ഓരോ ദിവസവും ഒരാൾ ഒരു ബുക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ മാത്രമേ അതിലെഴുതാവൂ. വേറെ ഒരാളാണെങ്കിൽ അവർ ഒരു തനിയെ ബുക്ക് സൂക്ഷിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് ഒരു ലിഖിത ജപം. ഇപ്പോൾ സാധാരണ മാല ഉപയോഗിച്ചാണ് ജപിക്കുന്നത്. അപ്പോൾ മാല കൊണ്ട് നടക്കുവാനോ ചിലർക്ക് മനസ്സിന് അങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഒരു ദിവസത്തിൽ, പ്രത്യേകിച്ച് അത് രാവിലെയാണ് നല്ലത്, അഥവാ രാവിലെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു ലിഖിത ജപം തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ അത് എഴുതി അരുവിപ്പുറം ഭഗവാന്റെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കുക എന്നുള്ള ഒരു വ്രതം ഓരോ ഭക്തരും എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീടിനും നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു അനുഗ്രഹം, നമുക്ക് പ്രത്യേകിച്ചൊരു അനുഗ്രഹം, ഒരു ഐശ്വര്യമൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളത് ഒരു പക്ഷേ ശിവരാത്രി ദിവസം കുറച്ച് ഒരു ഡയറി എന്നുള്ള രൂപത്തിൽ നമ്മളത് കൊടുക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ നമുക്കത് കൊടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരവർ ഒരു നോട്ട്ബുക്ക് 365 ദിവസം നമുക്ക് എഴുതാൻ പറ്റണം. കാരണം ശിവരാത്രിക്ക് ആരംഭിച്ചാൽ അടുത്ത ശിവരാത്രിക്ക് അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ ഒരു മന്ത്രജപം, ലിഖിത ജപം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഗുരുവിലേക്ക് അടുക്കുവാനും അതേപോലെ തന്നെ ഗുരുവിൻ്റെ കൃതികളെ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഉള്ള ഒരു പാകപ്പെടൽ നമുക്കുണ്ടാകും. അതിലുപരി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു പുതിയ സംസ്കാരവുമായിരിക്കും. ഇന്ന് കുട്ടികൾ എല്ലാം വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകിച്ച് AI യുഗമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് മാറ്റിമറിക്കുവാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ അവിടെയൊക്കെ ഈ ചൈതന്യമായിട്ടുള്ള ഞാൻ ഇല്ല എങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. പക്ഷേ മനുഷ്യൻ ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു ദുരന്തം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ആ ചൈതന്യത്തെ വിട്ടുകൊണ്ട് നമ്മൾക്കൊന്നും എങ്ങും പോകാൻ സാധിക്കില്ല. ശാസ്ത്രം, ഭൗതികശാസ്ത്രം എത്രമാത്രം വികസിക്കുമ്പോഴും അതിന് അടിത്തറയായിട്ട് അതിനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചൈതന്യമാണ് എന്നുള്ള അവബോധം നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കണം. കുഞ്ഞുങ്ങളിലേക്ക് അത് നമ്മൾ സാവധാനത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു അവസ്ഥ. കാരണം അച്ഛനും അമ്മയും മക്കളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ അമാന്തിച്ചുകൂടാ. അതുകൊണ്ട് നല്ലൊരു തുടക്കം ഈ ശിവരാത്രിക്ക് ഇരിക്കട്ടെ. ഏവർക്കും നമസ്കാരം.